U2C മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, U2C മീഡിയയുടെ ബിഗ് ബോസ് ടോക്കാണ്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ അല്ലേ? അതിനു മുൻപേ ചോദിച്ചാലേ തരുള്ളൂ. സബ്സ്ക്രൈബേഴ്സിന് അതതിന്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ചോദിച്ചാൽ പോരാ. നമ്മൾ ഇതുവരെ ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്, ആ സമയത്തിന് ആൾക്കാരോട് ഇരിക്കുന്നില്ല, എല്ലാരും ഇറങ്ങി പോയി കഴിയും. അതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ആദ്യം തന്നെ ചോദിച്ചേക്കാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ എല്ലായിടത്തേക്കും ഒന്ന് ഷെയർ ചെയ്തേക്ക് വീഡിയോ. കുറച്ച് വ്യൂസ് ഒക്കെ വരട്ടെ, അപ്പോഴല്ലേ ഞങ്ങൾക്കൊരു വൈബ് ഉണ്ടാവുള്ളൂ വീഡിയോ ചെയ്യാൻ. അതെ, ഒരാവേശം കിട്ടണമല്ലോ. അതെ. പിന്നെ നമുക്ക് മറ്റൊരു ചാനലുണ്ട്, എൻ്റർടൈൻമെൻറ്റ് കിഴി. അതിൽ സിനിമ അപ്ഡേറ്റ്സ്, സിനിമ റിയാക്ഷൻ, പിന്നെ അതുപോലെ സിനിമ റിവ്യൂ, ഇതൊക്കെ ചെയ്യുന്നൊരു ചാനലാണ്. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ ആ വഴിക്കൊന്ന് പോവാം. രണ്ടിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം, അതാണ് അതിന്റെ ഒരു വൈബ്. നിങ്ങളും നിറഞ്ഞു നിൽക്കണം, ഞങ്ങൾ എന്തായാലും അതിൽ നിറഞ്ഞു നിൽക്കുന്നവരാണ്. നമുക്കിങ്ങനെ അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, മനുഷ്യന്മാരാണല്ലോ. എന്തെങ്കിലും മോട്ടിവേഷൻ കിട്ടിയാലേ വീണ്ടും വീണ്ടും ഇങ്ങനെ വരുള്ളൂ. നമുക്കൊരു ഊർജം കിട്ടണമെങ്കിൽ നമ്മുടെ വ്യൂസ് ഇങ്ങനെ കേറി ഇങ്ങനെ വരുന്ന കാണുമ്പോ പിന്നെ കമന്റ്സ്. അതെ, എല്ലാരും കമന്റ്സ് ഒക്കെ പോരട്ടെ, ലൈക്ക് പോരട്ടെ, കമന്റ്സ് പോരട്ടെ, ഷെയർ പോരട്ടെ, എല്ലാം പോരട്ടെ. നമ്മൾ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ ചെയ്യും. കണ്ടോ, ഇതാണ് ഒരു സത്യം പറയാൻ സമ്മതിക്കൂല, അപ്പ ചലച്ചോളും. ഓക്കെ, അപ്പോൾ കാര്യത്തിലേക്ക് വരാം. ബിഗ് ബോസിനെ കുറിച്ച് നമ്മൾ ഓരോ സ്പെഷ്യൽ വീഡിയോ ഓരോ ദിവസം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ വ്യൂസ് കുറവാട്ടോ അതിന്. എന്തായാലും അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റാണ് നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ കമൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ആളുടെ ഇഷ്ട റേറ്റിങ്സ് ആണ്. അതായത് ഓരോ സീസണും ആൾ കൊടുത്തിരിക്കുന്ന റേറ്റിങ്സ് ആണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇതുപോലെ തന്നെ വെറൈറ്റി കമന്റുകൾ ഇട്ടാൽ ഞങ്ങൾ എടുത്തിട്ട് വരും. അതെ, നേരത്തെ പറഞ്ഞേക്കാം. ഇത് ചർച്ചയ്ക്ക് വെക്കാനുള്ള സാധനം ഉണ്ട്. തീർച്ചയായിട്ടും. ബിഗ് ബോസ് മൈ റേറ്റിംഗ് എന്നാണ് ആൾ കൊടുത്തിരിക്കുന്നത്. ആളുടെ പേര് അശ്വ, അങ്ങനെ എന്തോ ആണ്, ASW 3376. നീയാണോടാ? എൻ്റെ ഫേക്ക് അക്കൗണ്ട് ആണോ? അശ്വതി അച്ചു. ഓക്കെ, ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ആളുടെ പ്രിയപ്പെട്ട സീസൺ 4 ആണ്. കാരണം ആള് 5 തീയുണ്ട കൊടുത്തിട്ടുണ്ട്. 5 തീയുണ്ട, അത് സീസൺ 4. തീ മാത്രമേ ഉള്ളൂ കേട്ടോ, അപ്പുറത്ത് ടായൊന്നുമില്ലല്ലോ. ഓക്കെ, സീസൺ 1 4. സീസൺ 1 സീസൺ 1 ആണ്. ഏറ്റവും ആദ്യം സീസൺ 4, അതിന് താഴെ സീസൺ 1, പിന്നെ സീസൺ 3 ആണ്. അതിന് 3 തീയുണ്ടുണ്ട്. സീസൺ 2 പിന്നെ ആൾക്ക് പ്രിയപ്പെട്ടത് 2 തീയുണ്ട. പിന്നെ സീസൺ 6 ആണ്, 1 തീയുണ്ട. സീസൺ 6 അതേതാ? ലാസ്റ്റ് സീസൺ. അതിന് 1 തീയോ? അതിന് വേണമെങ്കിൽ ഒരു ഇട്ടം ഇടായിരുന്നു. അത് ആളുടെ ഇതാണല്ലോ. അതെ, സീസൺ 5 അതിന് 5 തീ ഠം, അതിൽ ഠം വന്നിട്ടുണ്ട്. അത് സീസൺ 5 ഇട്ടിരിക്കുന്നത്. അപ്പോൾ 5-ന് 5 ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഈ തീ എടുക്കണം, അതുപോലെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ആ സാധനം എടുക്കണം, എന്നിട്ട് വാരി എറിയണം. നിനക്ക് ഇഷ്ടപ്പെട്ട സീസണിലേക്ക് തീയും എറിയാം, നിനക്ക് ഇഷ്ടപ്പെടാത്തതിലേക്ക് നിനക്ക് ടവും എറിയാം. വീണ്ടും എന്നിലേക്ക് തന്നെ ഫസ്റ്റ് ചോദ്യം. അത് ഞാൻ ഉറപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, നിനക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിന്റെ സീസൺ ഏതാണ്? എന്താണ് കാരണം? ചുരുങ്ങിയ 2 വാക്കിൽ ഇത് നിർത്തണം. ഒരുപാട് നീട്ടി പറയാൻ പാടില്ല. നീട്ടി പറയാനുള്ള അനുമതിയുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. കാരണം എനിക്ക് 2 വാക്കിൽ പറയാൻ കഴിയില്ല. അത് വേറെ കാര്യമുണ്ട്. ഓക്കെ, എന്താണെങ്കിലും എന്റേതും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതും നിനക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളതും പറയാം. ഓക്കെ, 1ാം സ്ഥാനത്ത് ഏതാണ് ഈ 6 സീസണിൽ ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും മോശത്തിൽ നിന്ന് തുടങ്ങാം? ഏറ്റവും മോശം ഏതെടുക്കാൻ പോകുന്നത്? അതാദ്യം പറയാം. ഏറ്റവും മോശമാണോ പറയാൻ പോകുന്നത്, ഏറ്റവും ബെസ്റ്റ് ആണോ പറയാൻ? ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീസൺ 1 ആണ്. ഓ, കാരണം അത് ഫസ്റ്റത്തെ സീസൺ ആയതുകൊണ്ട് മാത്രമല്ല, അതിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസും എല്ലാരെയും നമുക്ക് അറിയായിരുന്നു. പക്ഷെ അവരുടെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയത് സീസൺ 1 അവര് ബിഗ് ബോസിന്റെ ഉള്ളിൽ വന്നതിന് ശേഷമായിരുന്നു. അത് നമുക്കും ഇവരൊക്കെ ഇങ്ങനെയാണോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. 10 എത്ര റേറ്റിംഗ്? 10 8.5.
ഓക്കെ. കിട്ടില്ല സീസണാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീസൺ 4 ആണ്. ഓക്കെ, അതായത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്, ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇവർ ഉറങ്ങിയിട്ടും ചിലരൊക്കെ അതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ എന്താ ഉറങ്ങാത്തതെന്ന് പോലും നോക്കി, ഇവർ എണീക്കുന്നത് നോക്കി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരു സീസൺ. പിന്നെ സീസൺ 1 വളരെ മികച്ചത് തന്നെയായിരുന്നു. പക്ഷേ എനിക്കതിലെ എല്ലാ സംഭവങ്ങളൊന്നും ഓർമ്മയില്ല. മാത്രമല്ല ഞാനതിൻ്റെ കൂടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അങ്ങ് ഫോളോ ചെയ്തിട്ടില്ല. സീസൺ 1 വേറെ പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. സീസൺ 1 ആകെ 1 മണിക്കൂറേ ഉണ്ടായിരുന്നു. അതെ, ആകെ സ്പെഷ്യൽ എപ്പിസോഡില്ലേ ഏഷ്യനിൽ വരുന്നത്, അത് മാത്രമേ ഉള്ളൂ. ലൈവ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്കതിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ലൈവ് വെച്ച് തന്നെ നമുക്ക് ശരിയായ രീതിയിൽ പറയാൻ പറ്റില്ല. അതന്നെ എഡിറ്റഡാ, കാണിക്കാത്തത് പലതും ഉണ്ടല്ലോ. അപ്പോൾ ലൈവ് വെച്ചിട്ട് ഒക്കെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് ഇത്രയും സമയം നമ്മളെങ്ങനെ പിടിച്ചിരുത്താൻ പറ്റിയ സീസൺ എന്നുള്ള രീതിയിൽ എനിക്ക് സീസൺ 4 ആണ് പ്രിയപ്പെട്ടത്. ഒന്നാം സ്ഥാനത്ത് അതിന് ഞാൻ 9 കൊടുക്കും 10. ഓക്കെ. പിന്നെ അതിൻ്റെ റിസൾട്ട് അനുസരിച്ച്, അതായത് നടന്ന ചില കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിൻ്റെ ഒരു റേറ്റിംഗ് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ കുറച്ച് താഴേക്ക്, അതുകൊണ്ട് 9. രണ്ടാം സ്ഥാനം ഏതിനാണ്? രണ്ടാം സ്ഥാനം സീസൺ 4 തന്നെ. ഓക്കെ. അത് ഇപ്പറഞ്ഞതുപോലെ ലൈവില് ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു സീസൺ. അത്രയും ഒരുപാട്, അതായത് നേരം വെളുത്ത് നമ്മൾ റിവ്യൂ കൂടെ ചെയ്യുന്ന ആ സമയം കൂടെ ആയതുകൊണ്ട് നേരം വെളുത്ത് ഇതിനകത്ത് എന്തൊക്കെ വരുന്നു എന്നുള്ളത് ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു സീസൺ ആയിരുന്നു. മറ്റുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ഈ രാത്രി ഇരുന്ന് കാണുന്ന അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹോട്ട്സ്റ്റാറിൽ വരുന്ന ഒരു എപ്പിസോഡ്, ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും സീസൺ 2 സീസൺ 4 ആണ് രണ്ടാം സ്ഥാനത്ത്. എനിക്ക് രണ്ടാം സ്ഥാനത്ത് സീസൺ 1 ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര സാബുമോൻ്റെ ആരാധകനായിരുന്നു ആ സമയത്ത്. സാബുമോൻ വിജയിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്ന സംഭവമാണ്. അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക വൈബുണ്ടല്ലോ. ആ രീതിയിൽ സന്തോഷം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാബുമോൻ്റെ കുറേ തഗ്ഗുകളും കാര്യങ്ങളും ആ രീതിയിൽ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഞാനൊരു പേളി ഫാൻ ആയിരുന്നില്ല. ഞാനാണെങ്കിൽ നേരെ തിരിച്ചു. സീസൺ 1 ഒരു പേളി ഫാനും അല്ല. പേർലി ശ്രീനിഷ് ഇവരുടെ പേളിഷ് ഇതുണ്ടല്ലോ, ഇത് ലവ് ട്രാക്ക്, ഇതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു സത്യമായിട്ട്. അന്നത്തെ കാലഘട്ടത്തിലെ ആ ഒരു മൈൻഡ് വെച്ച് അതിനെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ഇപ്പോഴെന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അതിൽ ഒരുപാട് കണ്ടസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്ന പലതും തിരിച്ചറിയാൻ പറ്റിയപ്പോൾ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ രണ്ടാം സ്ഥാനത്ത് സീസൺ 1 കഴിഞ്ഞോ? യെസ്. എന്നോട് 2 വാക്കിൽ വർത്താനം അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്ക് മാത്രം അനുവദിക്കുള്ളൂ. എന്നോട് 2 വാക്കിൽ പറഞ്ഞിട്ട് പോണം. ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടാ ഇന്ന സാധനം ഇത്രയും പറയുന്നത്. ഇനി പറ, ഇനി എന്താ റേറ്റിംഗ് സീസൺ 4 നീ കൊടുക്കുന്ന റേറ്റിംഗ് സീസൺ 1 ഞാൻ കൊടുക്കുന്നത് സീസൺ 4 8. ഓക്കെ. ഞാൻ സീസൺ 1 10ൽ 6 ആണ് കൊടുക്കുന്നത്. 10ൽ 6. ഓക്കെ. ഇനി മൂന്നാം സ്ഥാനത്ത് സീസൺ 3 മണിക്കൂട്ടനൊക്കെ ഉണ്ടായിരുന്നു സീസൺ. ഇനി എൻ്റെ ഒരു കാര്യത്തിൽ, അതായത് എനിക്ക് കുറച്ചെങ്കിലും അതിന് ശേഷം, അതായത് 1ഉം 4ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2, 3 പിന്നെ 5, 6 4 സീസണല്ലേ വേറെ ഉള്ളത്. ആ 4 സീസണിൽ എനിക്ക് ഒരു സീസൺ ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതായത് ഞാനിതിൻ്റെ ഫോളോവറേ ആയിരുന്നില്ല. കുറച്ചൊക്കെ എന്താ നമ്മളിതിൻ്റെ കൂടെ ഇങ്ങനെ ചർച്ചയ്ക്ക് വെക്കും എന്നല്ലാതെ നിരന്തരം കണ്ട് അതിനായിട്ട് അഡിക്റ്റ് ആയിട്ടുള്ളൊരു സമയം എനിക്ക് ഇല്ലായിരുന്നു കേട്ടോ. സീസൺ 3 ആയിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതെ, അതല്ല എനിക്ക് ഇവനായിരുന്നു അന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ കാണും, ഞാൻ അങ്ങനെ വർക്ക് ചെയ്യും, അങ്ങനെയായിരുന്നു. ഇവൻ കാണും, ഞാൻ വർക്ക് ചെയ്യും, അങ്ങനെയായിരുന്നു. സീസൺ 3 അതാണ് എൻ്റെ മൂന്നാമത്തെ സീസൺ. അത് ഇവന് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതായത് അതിൻ്റെ കൂടെ നിന്നൊരാളായിരുന്നു ഇത്. അതിലെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും എനിക്കതൊന്നും അറിയില്ല, കാരണം അവൻ പറയുന്നത് എന്തെങ്കിലും അറിയാന്നുള്ളതല്ലാതെ. അതും ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കാണൽ തന്നെയായിരുന്നു പണി. അതിന്റെ എപ്പിസോഡ് അതും എപ്പിസോഡുകളായിരുന്നല്ലോ. അതായത് ഡെയിലി 1 മണിക്കൂർ, പിന്നെ പിറ്റേ ദിവസം ഹോട്ട്സ്റ്റാറിൽ വരും. അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെ പറയുമ്പോൾ, അതായത് ഇഷ്ടമല്ലാത്ത 4 സീസണിൽ നിന്ന് കുറച്ചെങ്കിലും ബെറ്റർ എന്നുള്ളത് പിന്നെ എനിക്ക് സീസൺ 3 ആണ്. സീസൺ 3 അല്ലേ, അതായത് മണിക്കൂട്ടൻ. യെസ്. പിന്നെ സീസൺ 2 എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെ, അതായത് ഞാൻ ഓർക്കാനേ ആഗ്രഹിക്കാത്ത ഒരു സീസണാണ്. അതിന് കാരണം എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് നഷ്ടപ്പെട്ടാണ്. അതായത് രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും
സംസാരിച്ച് ഞാൻ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നത്. പക്ഷേ ഈ ആർമി മൈൻഡൊക്കെ കയറി കഴിഞ്ഞാൽ, ഫാനിസം കയറി കഴിഞ്ഞാൽ അന്ധത വരുമല്ലോ. അങ്ങനെ അന്ധത വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചാൽ അവിടെ നിന്ന് അങ്ങനെ കയറി എന്നെ ബ്ലോക്കൊക്കെ ചെയ്ത് ഞാൻ കുറച്ച് കാര്യം ചോദിച്ചോളൂ. ഞാൻ അത്രേ ചെയ്തോളൂ. അതായത് അയാളൊരു പ്രാന്തനല്ലേ ചോദിച്ച്, സിമ്പിളായിട്ട് അത്രേ ഉള്ളൂ. മൂപ്പര് കേൾക്കുന്നുണ്ടാവും ചിലപ്പോ. കേട്ടാ എന്താ അത് ഇപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. എന്താണെങ്കിലും സീസൺ 4 കിടക്കുന്നത് എനിക്ക് ഞാൻ അന്ന് അത് ആൾക്ക് കുരുവട്ടാൻ വേറെ കാരണങ്ങളുണ്ട്. നമ്മുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കില്ലേ, അത് എഴുതിയ ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു മറ്റുള്ളിടത്തുനിന്ന് ഇങ്ങനെ എഴുതി ഉണ്ടാക്കി ക്രോഡീകരിച്ചതല്ല, അതൊന്നും കണ്ടെത്തിയതല്ലോ. റിസർച്ച് നടത്തിയിട്ട് ഇന്നത് ചെയ്ത് ഇന്നതെന്ന് പറഞ്ഞാൽ ഈ സിലബസ് ഇന്നതാണെന്ന് കൊടുക്കും, ആ സിലബസിനനുസരിച്ചുള്ളത് ക്രോഡീകരിച്ച് ഓക്കെ ആക്കി എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ബുദ്ധിമോ അല്ലെങ്കിൽ നല്ല വിവരമുള്ളവരും നന്നായിട്ട് പഠിച്ചവരും തമ്മിലുള്ള ഡിഫറൻസ് വളരെ മാറ്റമുണ്ട്. സത്യം, അതെപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണെങ്കിലും സീസൺ, അതായത് 4 എനിക്ക് ഫേവറേറ്റ് എന്നല്ല, എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത് സീസൺ 5 ആയിരുന്നു കേട്ടോ. അഖിൽമാരാറൊക്കെ ഉള്ള സീസൺ ടൂവിനേക്കാളും ബെറ്റർ ആയിരുന്നു. പിന്നെ 2 എന്താണ്, 2 പകുതിയിൽ നിർത്തിപ്പോയ സീസണാണ്. അതെ, അതിനൊരു വിന്നർ ഇല്ല. അതെ, അതിനെ വിന്നർ എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, അത് പൂട്ടിപ്പോയ സീസണാണ്. അതിന് നിന്റെ 4-മത്തേതായിരുന്നു പറഞ്ഞ? അതേ പറഞ്ഞു, അതിന് ശേഷമുള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല സീസൺ അല്ല. പിന്നെ എനിക്ക് തോന്നുന്നു സീസൺ 5 സീസൺ 2 തന്നെ കേട്ടോ. അത് കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിലും അത് കുറച്ച് കണ്ടത് വെച്ചിട്ട് സീസൺ 2 ആണ് 5. നിനക്ക് ഫസ്റ്റ് സീസൺ 1 ആദ്യത്തെ പൊസിഷനിൽ, രണ്ടാമത്തെ പൊസിഷനിൽ സീസൺ 4, മൂന്നാമത്തെ പൊസിഷനിൽ സീസൺ 3 തന്നെ, 4-മത്തെ പൊസിഷൻ സീസൺ 5. ഓക്കെ, ഇനി 5ഉം 6ഉം ആണ് വരേണ്ടത്. 5-മത്തത് സീസൺ 2. ഓക്കെ. 6-മത്തത് ഈ ഇവര് കൊടുത്തിട്ടില്ലേ ലാസ്റ്റ് ആ സാധനമാണ് എനിക്ക് നമ്മൾ നിർത്തി പോയത്. പൊന്നോ. മറ്റതൊക്കെ ആ ഒരു വൈബിലെങ്കിലും കാണായിരുന്നു. ഇതൊന്നും ഒരു താല്പര്യം ഇല്ലാണ്ട് നമുക്ക് വെറുത്തു പോയ സീസണാണ് സീസൺ 6. സത്യമായിട്ടും. നിനക്കോ? അത് തന്നെ. എനിക്ക് എല്ലാം വെറുപ്പായിരുന്നു. എനിക്ക് സീസൺ 4 ഭയങ്കര ഇഷ്ടമായിരുന്നു, സീസൺ 1 ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ന് കരുതി സീസൺ 1 ഭയങ്കരമായിട്ട് ഫുള്ള് ഫോളോ ചെയ്തിട്ടില്ല. പിന്നുള്ളത് സീസൺ കുറച്ചെങ്കിലും ബെറ്റർ 3 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള സീസണെ വെച്ചിട്ട് ഏറ്റവും, അതായത് ഈ മോശങ്ങളിൽ ഏറ്റവും നല്ലത് അല്ലേ, ഏറ്റവും അതിലൊക്കെ ഏറ്റവും ബെറ്റർ സീസൺ 3 ആണ്. ഈ 4ഉം പക്ഷെ 5ഉം 6ഉം 2ഉം വെച്ച് നോക്കും. എന്താണെങ്കിലും ഇതൊക്കെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട സീസണുകൾ. ഏറ്റവും മോശപ്പെട്ടത് സീസൺ 6 തന്നെയാണ്. സീസൺ 5-നേക്കാളും മോശം, ഇതുവരെ വന്നതിലേക്കാളും മോശം, ഏറ്റവും മോശം സീസൺ 6. എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. എന്താണ്, ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. ബൈ. കമൻറ്റ് പോരട്ടെ, ഒരുപാട് കമൻറ്റ് നല്ലത് വന്നു കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഓരോ സ്പെഷ്യൽ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം, നമുക്കിങ്ങനെ ചർച്ച ചെയ്ത് പോവാം. ബിഗ് ബോസിനെ കുറിച്ച് കേട്ടോ. അതെ, ബിഗ് ബോസിനെ കുറിച്ച് അത് വരാൻ പോകുന്നതിനെ കുറിച്ചും ചോദിക്കാം. വന്ന് കഴിഞ്ഞതിന് ഇപ്പോൾ 6 സീസൺ വന്നല്ലോ, അതിലെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും പോട്ടെ. ഓക്കെ, ബൈ.